ലോകം കണ്ട ഏറ്റവും മഹാനായ വ്യക്തിത്വമായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയെ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ആയിഷ, ഓ ആയിഷ, ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ. ആരാ പ്രിയമുള്ളവരെ അത് പറയുന്നത്? ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അത്രയും വലിയ വേദന ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും, അതിനേക്കാൾ മുകളിലുള്ള വേദന ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്, എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നവരാണ്. മരണത്തിന്റെ രുചി ആസ്വദിക്കാത്തവരായി ലോകത്തൊരാളുമില്ല. ആ മരണത്തിന്റെ രുചി ആസ്വദിക്കേണ്ടി വരുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. ആ ദിവസത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. വത്തഖൂ യൗമാ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണത്. നമ്മൾ ധരിച്ച വസ്ത്രം അതാ മറ്റുള്ളവരാൽ ഊരപ്പെടുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വില കൂടിയ എല്ലാം അടിച്ചു മാറ്റപ്പെടുന്ന ദിവസമാണ്. നിസാരമായ 3 തുണിയിൽ മനുഷ്യ ശരീരങ്ങളെ പൊതിയുന്ന ദിവസമാണ്. മറ്റുള്ളവരാൽ മയ്യത്തുകട്ടിലിൽ ഏറ്റപ്പെട്ടുകൊണ്ട് 6 അടി മണ്ണിലേക്ക് താഴ്ത്തപ്പെടുന്ന ദിവസമാണ്. അത് ജീവിതത്തിന്റെ അന്ത്യമല്ല, മറിച്ച് ജീവിതയാത്രയുടെ 3-ാം ഘട്ടത്തിലേക്ക് അതാ മനുഷ്യർ പോവുകയാണ്. 1-ാമത്തെ ഘട്ടം അവന്റെ മാതാവിന്റെ ഉദരത്തിലായിരുന്നുവെങ്കിൽ പിന്നീട് പ്രസവത്തോടുകൂടി ഈ ഭൂമിയുടെ ഉപരിതലത്തിലാണ് മനുഷ്യന്റെ ജീവിതത്തെ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. പിന്നീട് മരണത്തോടുകൂടി ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് മനുഷ്യന്റെ ജീവിതം മാറ്റപ്പെടുകയാണ്. ഇനി അതോടുകൂടി ജീവിതം അവസാനിക്കുന്നതല്ല. പിന്നീടതാ അവന്റെ ആ ഭൂമിയെ പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പിന്നീട് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. ജീവിതത്തിന്റെ നൂലിഴ, പ്രിയമുള്ളവരെ, അത്രത്തോളം എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം പരിശോധിക്കപ്പെട്ടുകൊണ്ടാണ് മനുഷ്യരെ അല്ലാഹു വിചാരണയ്ക്ക് വിധേയമാക്കി സ്വർഗനരകങ്ങളിലേക്ക് അനയിക്കുന്നത്. അതോടുകൂടെയാണ് മനുഷ്യന്റെ ജീവിതയാത്ര അവസാനിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു മടക്കമുണ്ട്, ഒരു തിരിച്ചുപോക്കുണ്ട്. ഈ ജീവിതം ശാശ്വതമായ ജീവിതമല്ല. മരണത്തോടുകൂടി ഒരു യാത്ര പുറപ്പെടുകയാണ്. അത് മറ്റുള്ളവർ നമ്മളെ കുളിപ്പിക്കുകയാണ്, നമ്മളെ വൃത്തിയാക്കുകയാണ്. ഒരു യാത്ര പുറപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ സുഗന്ധം പൂശുകയാണ്. അതാ മനുഷ്യരെ 6 അടി മണ്ണിലേക്ക് അടച്ചു വെച്ചുകൊണ്ട് അവന്റെ കബറുകൾ പരിപൂർണമായി ഇരുട്ട് ഉറപ്പുവരുത്തിക്കൊണ്ടതാ ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് മനുഷ്യന്റെ ശരീരങ്ങളുടെ ജീവിതങ്ങളെ അല്ലാഹു മാറ്റുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ആ മരണം വരുന്നതോടുകൂടി പിന്നീട് നമുക്ക് ചിന്തിക്കാൻ അവസരമില്ല, നമുക്ക് ആലോചിക്കാൻ പിന്നെ അവസരമില്ല. പക്ഷേ പലപ്പോഴും ഭൂരിഭാഗം മനുഷ്യരും ചിന്തിക്കുന്നത് മരണം പിടികൂടപ്പെടുമ്പോഴാണ്, മരണത്തെ മുഖാമുഖം കാണുമ്പോഴാണ്. ഓരോ മനുഷ്യരും അതാ അവർ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ അവൻ വിളിച്ചു പറയുകയാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, അല്പസമയത്തെ ദൈർഘ്യം എന്റെ ആയുസ്സിന് നീ നൽകിയിരുന്നുവെങ്കിൽ ഫഅസ്വദ്ദഖ, ഞാൻ സ്വതക്ക ചെയ്യാമായിരുന്നു റബ്ബേ, വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാമായിരുന്നു റബ്ബേ. എപ്പോഴാ പറയുന്നത്? മരണത്തെ മുഖാമുഖം കാണുമ്പോഴാണ്. സഹോദരങ്ങളെ, ആ സന്ദർഭത്തിൽ നമ്മൾ എത്ര നന്നാകാമെന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ?
ആ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? ആ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? അതുകൊണ്ടാണ് ആദ്യമേ ഇത് പറയുന്നത്. മരണത്തമ്പിലേക്ക് കടന്നു വരാനുണ്ട്. എവിടെ വെച്ചുകൊണ്ട് എപ്പോൾ മരിക്കുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരു സെക്കൻഡിന്റെ അംശം പോലും മുന്നോട്ട് ആയുസ് ദീർഘിപ്പിച്ച് ലഭിക്കപ്പെടുകയും ഇല്ല. ഒരു സെക്കൻഡിന്റെ അംശം പോലും മുന്നോട്ടോ പിറകോട്ടോ ഇല്ലാതെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാൽ എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ നിന്നതാ ആത്മാവിനെ ഊരിയെടുത്തു കൊണ്ടുപോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾക്ക് നാം മരണത്തെ കണക്കാക്കിയിട്ടുണ്ട്. അതിനെ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഓരോരുത്തർക്കും അവന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അവന്റെ ആയുസ്സിനൊരിക്കലും ദീർഘിച്ച് ലഭിക്കപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത് തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗത്ത്. ഓരോരുത്തരുടെയും മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൂതന്മാരായ മലായിക്കത്തുകളതാ അവന്റെ ആത്മാവിനെ ഏറ്റെടുക്കുകയാണ്. വഹും ലാ യുഫർരിതൂൻ, അതിൽ ഒരു വീഴ്ചയും അവർ വരുത്തുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ദിവസങ്ങളെ ഇനി കാത്തിരിക്കേണ്ടതില്ല. അടുത്ത ദിവസം ഞാൻ നന്നാകാം, അടുത്ത ദിവസം ഒന്ന് ചിന്തിക്കാം, അടുത്ത ദിവസം എൻ്റെ ജീവിതത്തിന്റെ തെറ്റുകളെ റബ്ബിനോട് ഏറ്റുപറയാം. അതേ, അടുത്ത സമയങ്ങളിൽ ഒന്ന് നന്നാകാം. ഇപ്പോൾ എൻ്റെ യൗവനമാണ്, ഇപ്പോൾ എൻ്റെ ഏറ്റവും നല്ല കാലഘട്ടമാണ്, ഇപ്പോൾ ആസ്വദിക്കേണ്ട സമയമാണ്, ഇപ്പോൾ എൻജോയ് ചെയ്യേണ്ട സമയമാണ്, ഇപ്പോൾ കൂട്ടുകാരുമൊത്ത് ആ നിലക്ക് ആസ്വദിച്ച് ജീവിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ ദീർഘിപ്പിച്ചു വെക്കേണ്ടതല്ല തിരിച്ചുവരവ്, ദീർഘിപ്പിച്ചു വെക്കേണ്ടതല്ല മരണത്തെക്കുറിച്ചുള്ള ചിന്ത. എപ്പോഴും മനുഷ്യന്റെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട കാര്യപാട് അതല്ലേ ഓരോ കിടന്നുറങ്ങുമ്പോഴും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തെ കിടക്കപ്പായിലേക്ക് വെക്കുന്നത്. നമ്മുടെ ആത്മാവിനെ തിരിച്ചു നൽകപ്പെട്ട നിലയിൽ അതിന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും ഓരോ വിശ്വാസിയും കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെ വെച്ചുകൊണ്ട് മരിക്കും, എപ്പോൾ മരിക്കും, ആർക്കാ പറയാൻ കഴിയുക? എത്രയെത്ര ആളുകൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ കഴിയാതെ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ്? മരിച്ചുപോയി, അദ്ദേഹം പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ടില്ല, അറ്റാക്കായിരുന്നുവത്രേ. ഇങ്ങനെ പൊടുന്നനെയുള്ള എത്രയെത്ര മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രായഭേദമുണ്ടോ? അതിന് പ്രായ വ്യത്യാസമുണ്ടോ? അത് രോഗിയെന്നോ രോഗിയല്ലാത്തവനെന്നോ വ്യത്യാസമുണ്ടോ? പ്രിയമുള്ളവരെ, എത്രയെത്ര ആളുകളാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ, വാഹനത്തിലിരിക്കെ ഒരുപക്ഷെ ഒരു ആക്സിഡന്റിലൂടെ മരണപ്പെട്ടേക്കാം. എത്രയെത്ര ആളുകൾ അങ്ങനെ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പല നിലക്കും പല രൂപത്തിലുമുള്ള മരണങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദേശങ്ങളിലേക്ക് ആദ്യമായി ഒരു ജോലിക്ക് വേണ്ടി യാത്ര പോയ ആളുകൾ അവിടെ പോയി ഇറങ്ങി, അതാ ആ ദിവസം ലോകത്തോട് വിട പറയുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിതമായി വീടുകൾ കിടന്നുറങ്ങിയ ആളുകൾ അതാ അവരുടെ ശരീരത്തിലേക്ക് വീടുകൾ മുഴുവൻ മൂടിപ്പോകുമാറുള്ള വലിയ നിലക്കുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വന്നുകൊണ്ടതാ മണ്ണ് വന്നടിഞ്ഞുകൊണ്ട് ശരീരം പോലും കണ്ടെത്താൻ കഴിയാത്ത എത്രയെത്ര ആളുകളുടെ മരണവാർത്തകളാ നമ്മൾ കേട്ടുപോയത്. ഏത് മനുഷ്യരും പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള മരണങ്ങൾ കടന്നു വന്നേക്കാം. മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ തിരിച്ചറിവാണ് അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്.
അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. സഹോദരങ്ങളെ, ആ മരണത്തിന്റെ വെപ്രാളമങ്ങ് വന്നു കഴിഞ്ഞാൽ അവന് ബോധ്യപ്പെടും, ഇതാ ഈ ലോകത്തോട് വിട പറയാനുള്ള സമയമായി. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. അവന് ബോധ്യപ്പെടുകയാണ് ഈ ഭൂമി ലോകത്തെന്ന് വിട പറയാനുള്ള സമയമായി എന്ന്. അവന്റെ കണങ്കാലുമായി കൂടിപ്പിണയുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. അവന് ബോധ്യപ്പെടുകയാണ് ആ മരണത്തിന്റെ വേദന നിമിത്തം അവന്റെ കാലുകൾ പരസ്പരമതാ കൂടിപ്പിണയുകയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അവന്റെ റബ്ബിലേക്കുള്ള അവന്റെ തിരിച്ചുപോക്കാണ്. അവനേതാ തെളിച്ചു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു അവസാനത്തെ ശ്വാസം നിലക്കുന്നതിന്റെ മുമ്പേ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. മരണം തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ നിന്റെ ജീവൻ തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ എന്തേ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നോക്കി നിൽക്കാനല്ലേ കഴിയുന്നുള്ളൂ. നിങ്ങളുടെ ജീവനെ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ ദുനിയാവിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ചു കൊണ്ടാണ്, നിങ്ങൾക്ക് ദീന ജീവിതത്തിന്റെ ഭാഗമല്ല എന്ന നിലക്കാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, മതകാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ബാധകമല്ല എന്ന നിലക്കാ നിങ്ങളുടെ ജീവിതമെങ്കിൽ, നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാവിനെ നിനക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, മരണം തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി നിൽക്കാനല്ലേ സാധിക്കുന്നുള്ളൂ. വനഹനു അഖറബു ഇലൈഹി മിൻകും. അതേ, നാമാണ് നിങ്ങളിലേക്ക് ഏറ്റവും അടുത്തവനായിട്ടുള്ളത്. ആ മരണപ്പെടാൻ പോകുന്ന മനുഷ്യരതാ അവന്റെ ചുറ്റുഭാഗത്തും പലരുമുണ്ടാകും. അതിനെയൊന്നും അവൻ കാണുന്നില്ല. അവന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകാനുള്ള മലക്കുകളെയാണ് അവൻ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാകിൻ ലാ തുബ്സിറൂൻ. എന്നാൽ നിങ്ങളത് അറിയുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. നിങ്ങൾ ദൈവിക നിയമങ്ങൾക്ക് വിധേയരല്ലെങ്കിൽ, പടച്ചറബിന്റെ നിയമങ്ങൾക്ക് നിങ്ങൾ വിധേയരല്ലെങ്കിൽ, എനിക്ക് പടച്ചറബ് പറഞ്ഞതൊന്നും കേൾക്കാൻ കഴിയില്ല, ദീനനുസരിച്ച് ജീവിക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നാണെങ്കിൽ തർജിഊനഹാ, അതാ നീയൊന്ന് മടക്കിക്കൊണ്ടുവാ. നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജീവനെ, നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജീവനെ നീ ഒന്ന് പിടിച്ചുകൊണ്ടുവാ. ഇൻ കുൻതും സ്വാദിഖീൻ. നീ സത്യവാദിയാണെങ്കിൽ, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ നിന്റെ ജീവനെ ഒന്ന് പിടിച്ചു വെക്ക്. സഹോദരങ്ങളെ, ആർക്കാ പിടിക്കാൻ കഴിയുക? എത്ര മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ച ഡോക്ടർമാരാണെങ്കിലും അവർ പറയുന്ന അവസാനത്തെ ഒരു സംസാരമുണ്ട്, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഇതല്ലേ മനുഷ്യരുടെ ജീവന്റെ അവസ്ഥ? ഒരു ഗ്യാരണ്ടിയുമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർക്കണേ. അക്സിറൂ ദിക്റ ഹാദിമുൽ ലസ്സാത്ത്. ഈ സുഖ സൗകര്യങ്ങളെയും ഈ ആനന്ദങ്ങളെയും ഇവിടുത്തെ എല്ലാ സുഖാനുഭൂതികളെയും നശിപ്പിച്ചു കളയുന്ന മരണം, അതിനെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണേ. മണിമാളികകളിൽ നിന്നതാ മണ്ണറയിലേക്കുള്ള തിരിച്ചുപോക്കാട്. ശീതീകരിച്ച റൂമുകളിൽ നിന്നതാ ഒന്ന് തിരിയാൻ പോലും കഴിയാത്ത, അതേ പ്രിയമുള്ളവരെ, ഇടുങ്ങിയ ഖബറിലേക്കുള്ള ജീവിതമാണ്. പ്രിയമുള്ളവരെ, പ്രകാശപൂരിതമായ ദുനിയാവിൽ നിന്ന് ഇരുട്ടിന്റെ ഇരുളറയിലേക്കാ നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നത്. അവിടുന്ന് അങ്ങോട്ട് മറ്റൊരു ജീവിതം ആരംഭിക്കുകയാണ്. മരണത്തോടുകൂടി മറ്റൊരു ജീവിതം ആരംഭിക്കുകയാണ്. ആ ജീവിതം നന്നാകണോ? നമ്മൾ ഇപ്പോഴാ ചിന്തിക്കേണ്ടത്, ഇപ്പോഴാ തീരുമാനിക്കേണ്ടത്.
ആ മരണം മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന ജീവിതത്തിന്റെ മൂന്നാമത്തെ ഘട്ടം അത് പരാജയപ്പെടണോ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴാ നമ്മൾ ആലോചിക്കേണ്ടത്. ഏതാ രണ്ട് നിരക്കുള്ള മരണമേ മനുഷ്യനുള്ളൂ. ഒന്ന് വിശ്വാസിയായി ലോകത്തോട് വിട പറയലാണ്, മറ്റൊന്ന് അവിശ്വാസിയായി ലോകത്തോട് വിട പറയലാണ്. ഈമാൻ ജ്വലിച്ചു നിൽക്കുന്നവനായിക്കൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ വാർത്തകൾ മലായിക്കത്തുകളിൽ നിന്ന് കേട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കണോ? ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, നിന്റെ രക്ഷിതാവിലേക്ക് നീ സംതൃപ്തനായ നിലക്ക് മടങ്ങിക്കൊള്ളുക. സ്വർഗത്തിലേക്ക് താങ്കൾ മടങ്ങിക്കൊള്ളുക, സ്വർഗത്തിലേക്ക് താങ്കൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് ഏറ്റവും നല്ല അള്ളാഹുവിന്റെ മലായിക്കത്തുകളിൽ നിന്ന് സന്തോഷത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ലോകത്തോട് വിട പറയാൻ സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. അതല്ല കോപാകുലരായ നിലക്ക് മലായിക്കത്തുകളുടെ പ്രഹരമേറ്റുകൊണ്ട് അവരുടെ ശക്തമായ അടികൾ ശരീരത്തിന്റെ പാർശ്വങ്ങളിലും മുഖങ്ങളിലും ഏറ്റുകൊണ്ട് യാ അയ്യത്തുഹൽ ഖബീസ, ഏറ്റവും മോശപ്പെട്ട ആത്മാവേ, അള്ളാഹുവിന്റെ കോപത്തിലേക്ക് തിരിച്ചു വരൂ, അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് തിരിച്ചു വരൂ എന്ന ഏറ്റവും ഭയപ്പെടുത്തുന്ന സംസാരങ്ങൾ കേട്ടുകൊണ്ട് മോശമായ അന്ത്യം സ്വീകരിക്കണോ? ഏതാ മുഅ്മിനെ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഏതാ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഏറ്റവും സന്തോഷകരമായ നിലക്ക് ഈ ലോകത്തോട് വിട പറയാനല്ലേ? അതിന് ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ഈ ദുനിയാവിനോട് അല്പമൊക്കെ വിരക്തി നമുക്കുണ്ടാകണം. പക്ഷേ ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ എന്താ പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പക്ഷേ അവർ ഐഹികമായ ജീവിതത്തിന്റെ സ്വാധീന വലയത്തിലാണ്. അല്ലേ, എപ്പോഴാ നമ്മൾ മരണത്തെ ഓർക്കാറുള്ളത്? എപ്പോഴാ നമ്മൾ ഖബറിനെ കുറിച്ച് ഓർക്കാറുള്ളത്? എപ്പോഴാ സഹോദരങ്ങളെ മഹ്ശറയെ കുറിച്ച് നമ്മൾ ഓർക്കാറുള്ളത്? നമ്മുടെ ഏതെങ്കിലും ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് ആ ജനാസ കാണുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും, ആ ജനാസയെ പിന്തുടരുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും, ആ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും, ആ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട് തസ്ബീഹ് ചൊല്ലുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും. അവിടെ നിന്ന് തിരിച്ചു വന്നാൽ പിന്നീട് നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? ഓർമ്മയുണ്ടോ? പിന്നീട് നമ്മൾ ദുനിയാവിന്റെ ആ സ്വാധീന വലയത്തിലാണ്. നമ്മൾ ചിന്തിക്കും എത്രയെത്ര കോടീശ്വരനാണ്, ജീവിതം മുഴുവൻ സമ്പത്തിന് വേണ്ടി ഓടി നടന്നവനാണ്. പക്ഷേ പ്രിയമുള്ളവരെ, എന്താ തിരിച്ചു കൊണ്ടുപോകുന്നത്? എന്താണ് അവർ തിരിച്ചു കൊണ്ടുപോകുന്നത്? പ്രിയമുള്ളവരെ, വെറും കഫൻ പുടവ മാത്രമാണ്. ഏറ്റവും നിസാരമായ തുണിയിലാ മനുഷ്യ ശരീരങ്ങൾ പുതക്കപ്പെടുന്നത്. അല്ലേ, എത്ര പണക്കാരനും സഹോദരങ്ങളെ അവനെ പട്ടിലല്ല പൊതിഞ്ഞുകൊണ്ടുപോയി വെക്കുന്നത്, ഏറ്റവും നിസാരമായ തുണിയിലാണ്. ഏറ്റവും ലളിതമായ നാടൻ തുണിയിലതാ മനുഷ്യ ശരീരങ്ങളെ പൊതിഞ്ഞെടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, എത്ര കോടീശ്വരനായിരുന്നാലും അവനെ കൊണ്ടുപോയി വെക്കുന്നത് ശീതീകരിച്ച ഒരു ഖബറിലല്ല, ശീതീകരിച്ച ഒരു ഖബറിലല്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാ ദുനിയാവിന് വേണ്ടി. ഓരോ ദിവസങ്ങളിലും പ്രഭാതങ്ങളിലും സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയാ കാശുണ്ടാക്കുന്നത്, എങ്ങനെയാ ബിസിനസ് വളർത്തേണ്ടത്. ദീനിന് നമുക്ക് പ്രസക്തിയില്ല, ദീന് പഠിക്കാൻ നമുക്ക് സമയമില്ല, ദീനീ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമയമില്ല. സമ്പത്തിന് വേണ്ടി ഓടി ഓടി അവനവന്റെ മക്കളുടെ ജീവിതം നന്നാക്കാൻ, വലിയ വലിയ മണിമാളികകൾ ഉണ്ടാക്കാൻ, സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ. അല്ലേ, സമ്പത്ത് മതിയായ മനുഷ്യരുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മനുഷ്യർക്ക് എത്രക്ക് വാർദ്ധക്യം വന്നാലും രണ്ട് കാര്യത്തിൽ അവൻ യുവാവ് തന്നെയാണ്. രണ്ട് കാര്യത്തിൽ അവൻ യുവാവ് തന്നെയാണ്. അതെന്താ? സമ്പത്തിനോടുള്ള താല്പര്യം. അല്ലേ, 70 കഴിഞ്ഞ മനുഷ്യനും അവൻ സമ്പത്തിനോടാ അവന്റെ താല്പര്യം. മറ്റൊന്നോ ആയുസ്സിനോടുള്ള താല്പര്യം. അല്ലേ, ഇനിയും എത്ര കാലം 70 കഴിഞ്ഞ മനുഷ്യനോടും ചോദിച്ചാൽ
ഒരു 10 വർഷം കൂടി ജീവിക്കണം. അതല്ലേ പറയാറുള്ളത്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 2 കാര്യത്തിൽ മനുഷ്യർ എപ്പോഴും യുവാക്കളായിരിക്കും. സമ്പത്തിനോടുള്ള താല്പര്യം. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. എന്നാൽ എന്താ തിരിച്ചു കൊണ്ടുപോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യത്ബഉൽ മയ്യിത്തു സലാസ. ഒരു മയ്യത്തിനെ 3 കാര്യങ്ങളാ പിന്തുടരുന്നത്. ഒരു മയ്യത്തിനെ 3 കാര്യങ്ങളാണ് പിന്തുടരുന്നത്. ഒന്ന് അവന്റെ സമ്പത്താണ്, ഒന്ന് അവന്റെ കുടുംബങ്ങളാണ്, മറ്റൊന്ന് അവന്റെ അമലാണ്. പക്ഷേ 2 കാര്യങ്ങൾ അതാ മടങ്ങി വരികയാണ്. ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ 2 കാര്യം തിരിച്ചു പോരും. അവന്റെ സമ്പത്ത്, അവൻ ജീവിതകാലം മുഴുവൻ ഓടി നടന്നുണ്ടാക്കിയ, ബിസിനസ് ചെയ്തുണ്ടാക്കിയ അവന്റെ സമ്പത്ത് അവന്റെ കൂടെ ഖബറിലില്ല. അവന്റെ കൂടെ ഖബറിലില്ല. അവന്റെ മക്കൾ ആർക്ക് വേണ്ടിയാണോ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയത്, ആർക്ക് വേണ്ടിയാണോ ജീവിതം നശിപ്പിച്ചു കളഞ്ഞത്, ആർക്ക് വേണ്ടിയാണോ മതത്തെ പോലും പഠിക്കുവാനോ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനോ മതം ജീവിതത്തിന്റെ ഭാഗമാക്കുവാനോ നമ്മൾ തയ്യാറാകാതെ സമയമില്ലാതെ ഓടി നടന്നത്, ആ മക്കളും നമ്മുടെ കൂടെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഖബറിലങ്ങ് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ മക്കൾ തിരിച്ചു പോരും. എത്ര സ്നേഹനിധികളായ മക്കളാണെങ്കിലും എന്റെ ഉമ്മയുടെ ഖബറാണ്, എന്റെ ഉപ്പയുടെ ഖബറാണ്. അതുകൊണ്ട് ഞാനൊരു 2 മണിക്കൂർ ഇവിടെ നിൽക്കട്ടെ. ഒരു മക്കളും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. മറിച്ചതാ തസ്ബീഹ് ചൊല്ലി ആ ഖബർ മൂടി അവസാനം ആ ഖബറങ്ങ് അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഒരൽപ്പം വെള്ളം, ആ പൊടിയൊന്നും പുറത്തേക്ക് പാറിപ്പോകാതിരിക്കാൻ അതിന്റെ പുറത്തേക്ക് അങ്ങ് ഒഴിച്ച് ഒരൽപ്പ സമയം കൂടി നിന്ന് കഴിഞ്ഞാൽ പിന്നീടതാ മക്കൾ തിരിച്ചു വരികയാണ്. അല്ലേ, മക്കൾ തിരിച്ചു വരും, കുടുംബങ്ങൾ തിരിച്ചു വരും. അവരിങ്ങനെ കരയുന്നുണ്ടാകും, ഇനി ഞങ്ങൾക്കാരാ ഉള്ളത്, ഞങ്ങൾക്കാരാ ഉള്ളത്. സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്നവർക്ക് പലരുമുണ്ട്, ആ ഖബറിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു വരുന്നവർക്ക് പലരുമുണ്ട്. പക്ഷേ 6 അടി മണ്ണിലേക്ക് യാത്ര പോയ മനുഷ്യനാരാ ഉള്ളത്? ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനാരാ ഉള്ളത്? ഒറ്റക്കല്ലേ ആ പള്ളിക്കാട്ടിൽ അവൻ കിടക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആ ഒരു ദിവസം നമുക്കും വരാനുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. അവിടെ നമുക്ക് വെളിച്ചമുണ്ടാകാൻ, ആ ഖബറിൽ നമുക്ക് സുരക്ഷിതത്വം ലഭിക്കാൻ, ആ ഖബറിൽ നമുക്ക് സ്വർഗീയമായ സുഗന്ധങ്ങൾ ലഭിക്കാൻ, ആ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള വാതായനങ്ങൾ തുറന്നു വെക്കാൻ, സഹോദരങ്ങളെ, ഈ ജീവിതത്തെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ ജീവിതത്തെ, മരണത്തിന്റെ മുമ്പുള്ള ജീവിതത്തെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജീവിതക്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാത്ത നിലക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് തോന്നിയതുപോലെ റബ്ബിനെ കുറിച്ചുള്ള പേടിയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, സഹോദരങ്ങളെ, നരകത്തിന്റെ ഏറ്റവും നശിച്ച ആ ദുർഗന്ധം വമിക്കുന്ന ആ പുകയായിരിക്കും ഖബറിലേക്ക് വരിക. വിശ്വാസിയല്ലാത്ത മനുഷ്യന്റെ ഖബറിലേക്ക് നരകത്തിനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നതാണ്. നരകത്തിൽ നിന്നുള്ള വാതിൽ തുറന്നു കൊടുക്കും. നരകത്തിന്റെ കരിമ്പുകയും ദുർഗന്ധവും അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് ഖിയാമത്ത് നാൾ വരെ ഇതവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. നരകത്തിന്റെ അവന്റെ സ്ഥാനം അവനിങ്ങനെ കാണിച്ചു കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം മുതൽ ആരംഭിക്കുന്ന ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം മനുഷ്യരും ഈ ദുനിയാവാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അല്ലേ, ഈ ദുനിയാവാണ് യഥാർത്ഥ ജീവിതം എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഇവിടെ ജീവിക്കണം, ഇവിടുത്തെ സുഖ സൗകര്യങ്ങള്, ഇവിടുത്തെ ആനന്ദങ്ങള്, ഇവിടുത്തെ എല്ലാവിധ അതേ അനുഭൂതികളും ആസ്വദിക്കണമെന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ആനന്ദങ്ങൾക്ക് ഇസ്ലാം എതിരല്ല. പക്ഷേ ആ ആനന്ദങ്ങള് നാളെ പരലോകത്ത് അല്ലാഹ് സംവിധാനിച്ചിട്ടുള്ളത്. ആ ആനന്ദങ്ങളുടെ പ്രത്യേകത എന്താണ്? ഒരിക്കലും മടുപ്പ് വരാത്ത 100% സുഖാനുഭൂതികളുടെ ലോകമാണ്. ആ ലോകത്തിന് വേണ്ടിയാ ഇവിടെ ജീവിക്കേണ്ടത്, അതിനു വേണ്ടിയാ നമ്മൾ അധ്വാനിക്കേണ്ടത്. പക്ഷേ ഭൂരിഭാഗം മനുഷ്യരും ദീന ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കാതെ പോവുകയാ. അല്ലേ, നമ്മുടെ വീടുകളിൽ എത്രത്തോളം പ്രിയമുള്ളവരെ ദീനുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്.
നമ്മൾ എത്രത്തോളം ദീനീപരമായ ജീവിതം നയിക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. പരലോകത്ത് നമുക്ക് ബോധമുണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? അള്ളാന്റെ മുന്നിൽ നിൽക്കണമെന്നുള്ള ബോധമുണ്ടോ? വിചാരണ യഥാ വരാനിരിക്കുന്നു എന്നുള്ള ബോധമുണ്ടോ? മരണത്തോടുകൂടി ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കുണ്ട് എന്നുള്ള ബോധമുണ്ടോ? മഹ്ശറയിലുള്ള ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കുണ്ട് എന്നുള്ള ഓർമ്മയുണ്ടോ? ഇതാ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ കടന്നു പോകും പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒരു മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അതേ നീ എങ്ങനെയാണോ ജന്മമെടുത്തത് അതുപോലെ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് നീ കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ ഹുഫാതൻ ഖുറാതൻ ഖുർലാ. നഗ്നരായി ചേലാകർമ്മം ചെയ്യാത്തവരായ നിലക്കഥ ഓരോ മനുഷ്യരും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ഖബറോടുകൂടി അവസാനിക്കുന്നതല്ല ജീവിതം, മറിച്ചൊരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ അവന്റെ ഖബറുകൾ പൊട്ടിപ്പിളർന്നുകൊണ്ടതാ അവൻ മഹ്ശറയിലേക്ക് വരുന്നുണ്ട്. ആ മഹ്ശറയിൽ വെച്ചുകൊണ്ടതാ വിചാരണയുണ്ട്. ആ വിചാരണയുടെ പ്രത്യേകത എന്താണ്? കൈകളാ സംസാരിക്കുന്നത്, കാലുകളാണ് സാക്ഷി നിൽക്കുന്നത്. നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്നിതാ അവരുടെ വായക്ക് നാം സീല് വെക്കുകയാണ്. പരലോകത്ത് പടച്ച റബ്ബദാ നമ്മുടെ വായക്ക് സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകളാണ് നമ്മോട് സംസാരിക്കുന്നത്. കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലഹും, കാലുകൾ സാക്ഷി നിൽക്കും. കണ്ടോ, കയ്യും കാലൊക്കെ സംസാരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാംസങ്ങൾ സംസാരിക്കും, തുടകൾ സംസാരിക്കും, എല്ലുകൾ സംസാരിക്കും. അതാ വിചാരണ എന്ന് പറഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കണമെന്നുള്ള ബോധമുണ്ടാകണം. നമ്മുടെ കൈകളിൽ ഗ്രന്ഥങ്ങൾ ലഭിക്കപ്പെടുമെന്നുള്ള ബോധമുണ്ടാകണം. എന്നിട്ട് പടച്ച റബ്ബ് പറയും, വായിച്ചു നോക്കൂ നിന്റെ ഗ്രന്ഥം. എന്റെയും നിങ്ങളുടെയും കൈകളിൽ ഗ്രന്ഥം നൽകപ്പെടും. എന്നിട്ടാണ് പടച്ച റബ്ബ് പറയുക, വായിക്കൂ നിന്റെ ഗ്രന്ഥം. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇന്ന് നിന്റെ വിചാരണക്ക് നീ തന്നെ മതിയായവനാണ്. കണ്ടോ, നമ്മുടെ കൈകളിൽ ഗ്രന്ഥം നൽകും. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണ്. എന്നിട്ട് പറയും, ഇന്ന് ഞാൻ വിചാരണ നടത്തേണ്ടതില്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ വിചാരണക്ക് മതിയായവനാണ്. ഇത് വായിക്കുന്ന മനുഷ്യർ പറയും, അലിഹാദൽ കിതാബ്, അല്ലാഹുവേ ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോകാത്ത ഗ്രന്ഥമാണല്ലോ റബ്ബേ ഇത്. കണ്ടോ, അത് വായിക്കും ഓരോ മനുഷ്യരും. ഒന്നും വിട്ടുപോകാത്ത ഗ്രന്ഥം നൽകപ്പെടും പ്രിയമുള്ളവരെ. കണ്ടോ, ആ സമയത്ത് വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് ആ സഹോദരങ്ങൾ, ഇങ്ങനെ ഒരു വിചാരണ വരാനുണ്ട്. കൈകാലുകൾ സംസാരിക്കുന്ന ഭൂമി വരെ നമുക്കെതിരെ സാക്ഷിയായി വരും. തിന്മ അണുമണി തൂക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് കാണും. നന്മ അണുമണി തൂക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പരലോകത്ത് കാണും. ഒന്നും വിട്ടുപോവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പരലോകത്തെ ഭയന്നുകൊണ്ടാ ജീവിക്കേണ്ടത്. റബ്ബിന്റെ മുന്നിൽ നിൽക്കണമെന്നുള്ള ബോധമുണ്ടാകണം. അവർക്കാണ് പ്രിയമുള്ളവരെ സ്വർഗമുള്ളത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. പടച്ച റബ്ബ് പറയാണ്, അള്ളാന്റെ മുന്നിൽ നിൽക്കണമെന്ന് ഭയപ്പെടുന്നവർ ആരോ, അവർക്ക് രണ്ട് സ്വർഗമുണ്ട്. രണ്ട് സ്വർഗത്തിന്റെ തോട്ടങ്ങൾ അവർക്കുണ്ട്. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കണമെന്ന് ഭയപ്പെടുകയും എന്നിട്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ഇഷ്ടങ്ങളെയും ഇച്ഛകളെയും താല്പര്യങ്ങളെയും മാറ്റിവെക്കുകയും
അള്ളാന്റെ ദീനിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നവൻ ആരോ? ഖുർആൻ പഠിപ്പിക്കുകയാണ്, അവർക്ക് എത്തിപ്പെടാനുള്ള സ്ഥലമാണ് സ്വർഗമെന്നുള്ളത്. പ്രിയമുള്ളവരെ, എന്ത് വേണം? നമ്മുടെ ഇച്ഛകൾ മാറ്റിവെക്കണം. നമ്മൾ ദീനിയാകണം. മതപരമായി എന്താ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അത് മതമായി കൊണ്ട് ആചരിക്കാൻ നമുക്ക് കഴിയണം. വിശ്വാസരംഗത്ത് അതുണ്ടാകണം, ആചാരങ്ങളിൽ അതുണ്ടാകണം. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ അവസ്ഥ എന്താണ്? നരകത്തെക്കുറിച്ചുള്ള ഭയമുണ്ടോ? മഹ്ശറയെക്കുറിച്ചുള്ള പേടിയുണ്ടോ? പുനർജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? അള്ളാന്റെ മുന്നിൽ വിചാരണയുണ്ട് എന്നുള്ള ബോധമുണ്ടോ? മുസ്ലിം സമുദായം കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾ എത്രയാണ്! ഇസ്ലാമികമായ സംസ്കാരം മുസ്ലിം സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിവാഹം പോലും ഇസ്ലാമികമായി നടത്താൻ നമുക്ക് കഴിയുന്നില്ല, അല്ലേ? ഒരു വിവാഹം പോലും ഇസ്ലാമികമായി നടത്താൻ കഴിയണില്ല. എല്ലാവരും എല്ലാ തിന്മകൾക്കും അനുകൂലമായി നിൽക്കാൻ മഹല്ല് സംവിധാനങ്ങൾ അനുകൂലമാണ്, സമൂഹത്തിലുള്ള പ്രമാണിമാർ അനുകൂലമാണ്, പുരോഹിതന്മാർ അനുകൂലമാണ്. ഇസ്ലാമിന് എതിരായ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ പോലും അത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ നിക്കാഹ് എങ്ങനെയാകണം പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ? അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളുടെ നിക്കാഹ് നടത്തിക്കൊണ്ട് അത് മുസ്ലിം സമുദായത്തിന് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എന്താ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ വിവാഹത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ ചിന്തിക്ക്. അതേ അഴിഞ്ഞാട്ടങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. വസ്ത്രം അതാ, ഇസ്ലാമികമായ വേഷവിധാനം അവിടെയില്ല, ഇസ്ലാമികമായ വേഷവിധാനമില്ല, ഇസ്ലാമികമായ സംസ്കാരങ്ങളില്ല. പല നിലക്കുമുള്ള ഡാൻസുകളാണ്, പാട്ടുകളാണ്, അല്ലേ? ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി ഒക്കെ പറഞ്ഞുകൊണ്ട് പലതും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞക്കല്യാണമാണ്, പച്ചക്കല്യാണമാണ്, രംഗോലിയാണ്, ചായം പൂശലാണ്, എന്തെല്ലാം തമ്മാടിത്തരങ്ങളാണ്. നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പേ ഫോട്ടോ ഷൂട്ടുകളാണ്. ആര്? വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരനും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരിയും. സഹോദരങ്ങളെ, അതിന്റെ മുമ്പ് നിക്കാഹ് എന്ന് പറയുന്ന കർമ്മത്തിന്റെ മുമ്പെങ്ങാനും അവർ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അതുവരെ നടന്നത് മുഴുവൻ വ്യഭിചാരമല്ലേ? അല്ലേ? അതുവരെ നടന്നത് മുഴുവൻ വ്യഭിചാരം. ഇതിനാരാ അനുകൂലം? മാതാപിതാക്കൾ അനുകൂലമാണ്, ഉപ്പയും ഉമ്മയും ഇതിനനുകൂലമാണ്, നാട്ടിലുള്ള ആളുകൾ ഇതിനനുകൂലമാണ്. ഒരു തിന്മ തിന്മയാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം. നോക്കൂ നിങ്ങൾ, അവനവന്റെ വീടുകളിൽ ഇത്തരത്തിലുള്ള തിന്മകള് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ധാരാളം ആഭാസങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രിയമുള്ളവരെ, സംഘടനാ വ്യത്യാസമൊന്നുമില്ല, അല്ലേ? എല്ലാവരും ഇതിനനുകൂല. മ്യൂസിക്കും പാട്ടും സംഗീതങ്ങളും അതുപോലെ തന്നെ ബെഡ്റൂമുകൾ അടിച്ചുപൊളിക്കലുകളും റോഡ് ബ്ലോക്ക് ചെയ്യലുകളും ആൺ പെൺ പരസ്പരം കൂടിക്കലർന്നു പോകുന്ന വിവാഹങ്ങള്, അതുപോലെ തന്നെ ധൂർത്തുകളാണ്, ഭക്ഷണത്തിന്റെ ധൂർത്തുകളാണ്. സഹോദരങ്ങളെ, പരലോകം വരാനുണ്ട്, പരലോകത്തേക്ക് യാത്ര പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ഇത്തരം ആഭാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാൽ അള്ളാന്റെ മുന്നിൽ വിചാരണയുണ്ട് എന്നുള്ള ബോധമുണ്ടാകണം, അല്ലേ? വേഷവിധാനങ്ങൾ ഇസ്ലാമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് പുരുഷന്മാരുടെയും സ്ത്രീകളൊക്കെ വേഷവിധാനം എടുത്തു നോക്കിയാൽ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല, അല്ലേ? മതം തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിലക്കാണ്. ആ നിലക്കാണ് പല ആളുകളും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലിബറൽ ആശയങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ലിബറൽ ആശയങ്ങൾ, ദീനിനോട് താല്പര്യമില്ലാത്തൊരു പുതിയ തലമുറ, യുവാക്കളെ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഖിയാമത്തിന്റെ അടയാളമായി കൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൻ തലിദൽ അമതു റബ്ബതഹാ. ഖിയാമത്തിന്റെ അടയാളമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അൻ തലിദൽ അമതു റബ്ബതഹാ, അടിമ യജമാനത്തിയെ പ്രസവിക്കലാണ്. എന്തായി അടിമ യജമാനത്തിയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ? നോക്കൂ നിങ്ങൾ, അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്.
യുആമിലുൽ വലദു ഉമ്മഹു മുആമലത്ത സയ്യിദി അമതഹു. കണ്ടോ, എന്താ ഈ അടിമ യജമാനത്തെ പ്രസവിക്കുക എന്ന് പറഞ്ഞാല് മക്കള് മാതാപിതാക്കളോട് യജമാനത്തി അടിമയോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്ന. അതാണ് മക്കളെ പേടിയാണ്, വാപ്പാക്കും ഉമ്മാക്കും മക്കളെ പേടിയാണ്. ഏത് തിന്മ വീട്ടിൽ നടക്കുമ്പോഴും അതിന് പ്രിയമുള്ളവരെ അനുകൂലമായ സമീപനം സ്വീകരിക്കുക. അല്ലേ, എല്ലാ തിന്മക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, നാളെ പരലോകത്ത് അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത വിഭാഗം അവരാരാണ്? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദയ്യൂസുകളാണ്. എന്താ ഈ ദയ്യൂസ്? സ്വന്തം വീടുകളിൽ സഹോദരങ്ങളെ വ്യഭിചാരം നടക്കുമ്പോൾ അത് തടുക്കാത്തവർ. എന്താ വ്യഭിചാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഐനാനി സിനാഹുമാ അന്നദറു വൽ ഉദ്നാനി സിനാഹുമാ അൽ ഇസ്തിമാഅ. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് ഹറാമായത് കാണലാണ്. കാതുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് ഹറാമായത് കേൾക്കലാണ്. കൈകൾക്ക് വ്യഭിചാരമുണ്ട്, അത് ഹറാമായത് പിടിക്കലാണ്. കാലുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് ഹറാമായതിലേക്കുള്ള നടത്തമാണ്. അല്ലേ, എല്ലാ ഹറാമും മുസ്ലിം സമൂഹത്തിന്റെ വീടുകളിലാണ്. എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്? മാതാപിതാക്കളാണ് ഇതിന്റെ കുറ്റക്കാർ. അല്ലേ, മക്കളെ പേടിയാണ്, കൈ പിടിക്കേണ്ടവരെ കൈ പിടിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നമ്മുടെ വീടുകളിൽ തിന്മ നടക്കുമ്പോൾ ഇസ്ലാമികമായ രീതിയിലുള്ള വിവാഹം അതേ നടത്താൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? അതുപോലെ തന്നെ മക്കളെ, അല്ലേ, പ്രേമവിവാഹങ്ങളാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിവാഹത്തിന്റെ മുമ്പേ പുരുഷനുമായുള്ള പല നിരക്കുമുള്ള ചാറ്റിങ്ങുകളാണ്. അല്ലേ, പല നിലക്കുള്ള ബന്ധങ്ങളാണ്, യാത്ര പോകലാണ്. അവസാനം മാതാപിതാക്കൾ അവർ വിവാഹം ചെയ്തു കൊടുക്കുക. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, വിവാഹത്തിന്റെ മുമ്പേ വ്യഭിചാരം സാർവത്രികമാകാൻ, വ്യഭിചാരത്തിന്റെ സാർവത്രികത ഇനി അതിങ്ങനെ കൂടിക്കൂടി അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, റോഡിന്റെ ഓരങ്ങളിൽ വ്യഭിചാരം നടക്കും. അത് ഖിയാമത്തിന്റെ അടയാളമാണ്. റോഡിന്റെ ഓരങ്ങളിൽ വ്യഭിചാരം നടക്കും. ഇന്നും കാണാം, പാർക്കുകൾ നോക്കിയാൽ ഒരു ലജ്ജയുമില്ലാതെ സ്ത്രീ പുരുഷന്മാർ പരസ്പരമതാ അവർ വാരിപ്പുണരുകയാണ്. അല്ലേ, നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളൊന്നും കുഴപ്പമില്ല. കലാലയങ്ങൾ എടുത്തു നോക്കിയാൽ ഈ രൂപത്തിലുള്ള ബന്ധങ്ങളാണ്, അന്യ പുരുഷനുമായി അന്യ സ്ത്രീകളുമായി. അല്ലേ, അതുപോലെ തന്നെ രഹസ്യ ബന്ധങ്ങൾ, ഭർത്താവ് അറിയാതെ ഭാര്യക്ക് ബന്ധം, ഭാര്യ അറിയാതെ ഭർത്താവിന് ബന്ധം. സഹോദരങ്ങളെ, പരലോകമുണ്ട്, ഈ ബോധം ഉണ്ടാകണം. മാത്രമല്ല, ഒരു മാതാവിന് മക്കളെ തിരുത്താൻ കഴിയുന്നില്ല, ഒരു പിതാവിന് തന്റെ മക്കളെ തിരുത്താൻ കഴിയുന്നില്ല. എന്തേ കാരണം? അതിനേക്കാൾ വലിയ തിന്മയിലാ മാതാവുള്ളത്. ദീനിന്റേതായ ഒന്നുമില്ല. അവൾ പുറത്തിറങ്ങുമ്പോൾ അത്തർ പൂശുകയാണ്, പുറത്തിറങ്ങുമ്പോൾ അതാ ലിപ്സ്റ്റിക്കാണ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുകയാണ്. അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ച് പറഞ്ഞെന്താ? വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നഗ്നകളാണ്. വസ്ത്രം നോക്കിയാല് അല്ല പർദ്ദയ്ക്കും, പക്ഷേ ടൈറ്റ് ഫിറ്റാണ്, ഫ്രണ്ട് ഓപ്പണാണ്, സൈഡ് ഓപ്പണാണ്, സ്കിൻ ഫിറ്റാണ്. പർദ്ദയുടെ മുൻഭാഗം തുറന്നിട്ട് നടക്കുമ്പോൾ ഉള്ളിൽ ധരിച്ച വസ്ത്രം കാണുന്ന രൂപത്തിൽ, കാലിന്റെയും മറ്റുമൊക്കെ ആ ഒരു രൂപം കാണുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തിന്റെ 7 അയലത്ത് പോലും അത്തരം സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നാണ്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാസിയാത്തുൻ ആരിയാത്തുൻ മഇലാത്തുൻ മുമീലാത്ത്. വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ നഗ്നകളാണ്, ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്നവളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റഊസഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മഇല. അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ. അവർ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയില്ല, സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയില്ല എന്നല്ല പറഞ്ഞത്. മറിച്ച് കിലോമീറ്ററുകളോളം വീശിയടിക്കുന്ന സ്വർഗത്തിന്റെ സുഗന്ധം പോലും ആസ്വദിക്കാൻ അത്തരം സ്ത്രീകൾക്ക് കഴിയില്ല. എന്നാൽ തന്റെ സ്വന്തം ഭാര്യ അങ്ങനെ പുറത്തിറങ്ങുമ്പോ തിരുത്താൻ ഭർത്താക്കന്മാർക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. അതാണ് അതിനെ ദയ്യൂസ്. കണ്ടോ, സ്വന്തം വീട്ടിൽ തിന്മ നടക്കുമ്പോൾ അരുതേ എന്ന് പറയാൻ കഴിയാത്തവർ, ചെയ്യരുത് എന്ന് പറയാൻ കഴിയാത്തവർ, നാളെ പരലോകത്തെ 3 വിഭാഗം ആളുകളിലേക്ക് അള്ളാഹു തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞൊരു വിഭാഗമാണിത്. കണ്ടോ, അതുകൊണ്ട് സഹോദരങ്ങളെ,
തിന്മയോടുള്ള സമീപനം. തിന്മ ചെയ്യാൻ പാടില്ല. കൈകൊണ്ട് തടയേണ്ടത് കൈകൊണ്ട് തടയണം, നാവ് കൊണ്ട് തടയേണ്ടത് നാവ് കൊണ്ട് തടയണം. പ്രിയമുള്ളവരെ, മനസ്സുകൊണ്ട് വെറുക്കേണ്ടിടത്ത് മനസ്സുകൊണ്ട് വെറുക്കണം. എല്ലാ തിന്മകളിലും കൂടെ കൂടികളായി പിന്നീട് അതിനെ എതിർക്കുന്ന ഒരു സമീപനം ഉണ്ടാകരുത്. എല്ലാ തമ്മാടിത്തിലുള്ള കല്യാണത്തിനാണ് പോകും, എന്നിട്ട് അവിടുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച ആൾക്കാരുടെ മുമ്പിൽ നല്ല ഉഷാറായിട്ട് അല്ലേ, അവിടെ മ്യൂസിക്കും പാട്ടും സംഗീതമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പിറ്റേ ദിവസം വന്നിട്ട് പള്ളിയുടെ മുന്നിലിരുന്ന് പറയും, ഓ എന്ത് കല്യാണാടോ അല്ലേ. അതല്ല മുഅ്മിനിന്റെ സ്വഭാവം. ഈമാനിന്റെ കണികയുണ്ടെങ്കിൽ തിന്മ നടക്കുമ്പോൾ മാനസികമായ വെറുപ്പെങ്കിലും ഉണ്ടാകണമെന്നാണ്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാലിക അൽഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. ദുർബലമായ അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയോട് ഒരു നിലക്കും അനുകൂലമായ സമീപനം സ്വീകരിക്കാൻ പാടില്ല. അതാണ് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, ഒരു നല്ല അന്ത്യം ലഭ്യമാകണമെങ്കിൽ, മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം, കുടുംബ ജീവിതത്തിൽ ഉണ്ടാകണം. ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്നാണ്, ഏറ്റവും നല്ല മുഅ്മിൻ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ഭാര്യയോടാണ്. മാതാപിതാക്കളോട് വലിയ ബാധ്യത ഉണ്ട്. മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയണം. നമ്മൾ എത്ര വലുതായാലും ആ മാതാവിന്റെ ശരീരത്തിന്റെ നീരാണ് എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാപ്തി നൽകിയിട്ടുള്ളത് എന്നുള്ള ഓർമ്മയുണ്ടാകണം. തട്ടിക്കളിക്കേണ്ടവരല്ല മാതാപിതാക്കൾ. അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒന്നും ഒരു പ്രതികരണം വിശ്വാസികളാണോ നമ്മളിൽ നിന്നുണ്ടായിക്കൂടാ. നാളെ പരലോകത്ത് നരകത്തിലേക്ക് പോകേണ്ടി വരും. മാതാപിതാക്കൾ നമുക്ക് പ്രാർത്ഥിക്കുന്നവരായി മാറണം. മക്കളെ വളർത്തുമ്പോൾ അമാനത്താണ് എന്നുള്ള ബോധമുണ്ടാകണം. നമ്മുടെ കഴിവല്ല നമുക്ക് മക്കളുണ്ടായത്, അള്ളാഹു നൽകിയ അമാനത്താണ്. പടച്ച റബ്ബ് പറഞ്ഞ രൂപത്തിൽ ആ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ തുടങ്ങി അനാവശ്യമായ കാഴ്ചകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായിക്കൂടാ. ഹറാമായ കേൾവികൾ, സംസാരങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായിക്കൂടാ. മൊബൈൽ ഫോണുകളിലൂടെ ശ്ലീലതകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രവണത നമുക്കുണ്ടായിക്കൂടാ. നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ രംഗത്തും, മതത്തിന്റെ വിശ്വാസ രംഗത്ത് മാത്രമല്ല, ആചാര രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും ദീനീപരമായ സംസ്കാരം ഉണ്ടാകണം അല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ദീനിന്റെ രീതികളും ദീനിന്റെ വിശ്വാസങ്ങളും നമ്മുടെ വീടുകളിൽ ആദ്യം നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കണം. കാരണം മരണം വരാനുണ്ട്. മരണത്തിന്റെ അപ്പുറമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുന്ന ആ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങളില്ലാതിരിക്കാൻ, നാളെ നരകത്തിൽ അകപ്പെട്ടുകൊണ്ട് കരഞ്ഞു കേണ് നമ്മൾ പറയും, ഞാൻ അള്ളാഹനെ അനുസരിച്ചില്ലല്ലോ, അള്ളാഹന്റെ റസൂലിനെ അനുസരിച്ചില്ലല്ലോ എന്നോരോ മനുഷ്യരും പറയും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് അതുണ്ടാകണം. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനങ്ങളോട് ഓരോ മുക്കുമൂലകളിലും ആർക്കും ഇഷ്ടമില്ലെങ്കിലും അവരോട് തുറന്നു പറയുകയാണ്, നിങ്ങൾ ഖുർആൻ അനുസരിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. അനുസരിക്കണമെങ്കിൽ അത് പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം എന്ന് ആവർത്തിച്ച് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരേ ഒരു മാർഗമേ സ്വർഗത്തിലേക്ക് പോകാനുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗമാണ്. ആ പ്രവാചകൻ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. വസ്ത്രം ധരിക്കുന്നിടത്ത് വരെ അല്ലെ, ടോയ്ലറ്റിൽ പോകുന്നിടത്ത് വരെ, കിടന്നുറങ്ങുന്ന സമയത്ത് വരെ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അവർക്കുള്ളതാണ് സ്വർഗം, അവർക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗം. അനുഭൂതികൾ, അവസാനിക്കാത്ത സുഖാനുഭൂതികളുടെ ലോകം അവർക്കുള്ളതാണ്. അതിനുവേണ്ടി അധ്വാനിക്കുക, പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്ന അമലുകളാക്കി മാറ്റുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.